വയസ്സുകാരൻ അല്ലെങ്കിൽ 20 വയസ്സുകാരൻ 40 വയസ്സുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുക, 50 വയസ്സുള്ള സ്ത്രീയെ വിവാഹം, ഇവന്റെയൊക്കെ ഉദ്ദേശം എന്താണെന്നറിയാമോ? താങ്കളുടെ ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൾഡർ വിമൻ യങ്ങർ ബോയ് റിലേഷൻഷിപ്പ്. ഓൾഡർ വുമൺ എന്നാവും ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, എന്തോട്ടെ. അതായത് വയസ്സായ സ്ത്രീകളും, വയസ്സായവരെ അങ്ങനെയല്ല, കുറച്ച് കൂടുതൽ പ്രായമായ സ്ത്രീകളും പ്രായം കുറഞ്ഞ ചെക്കന്മാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിനെക്കുറിച്ചുള്ള ഒരു ഡിബേറ്റ്, ഓപ്പൺ ഡിസ്കഷൻ എന്നൊക്കെ കൊടുത്തിട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ എനിക്കിതൊരു ഡിബേറ്റ് പോലെ തോന്നിയത്. അതായത് ശാരിക പറയുന്നത് ഇങ്ങനെയുള്ള ബന്ധം, അതായത് പ്രായം കുറഞ്ഞ ആണുങ്ങളും പ്രായം കൂടുതലുള്ള പെണ്ണുങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എന്തോ മോശമാണ്, തെറ്റാണെന്നുള്ള രീതിയിൽ ഒരു സ്റ്റാൻഡ് പോയിൻറ്റ്. ഇപ്പുറത്ത് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗായത്രി അവർ അതിനെ അനുകൂലിച്ചുകൊണ്ട്, ഈ റിലേഷൻഷിപ്പിനെ അനുകൂലിച്ചുകൊണ്ട് ഡോക്ടർ ഗായത്രി, പ്രതികൂലിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ ശാരിക. അപ്പോൾ നോക്കാം കേട്ടോ, ഇതിൽ ശാരികനെ ഇങ്ങനെ തെറി വിളിക്കുന്ന കുറേ ടീംസിനെയൊക്കെ കണ്ടു. അതെന്താവട്ടെ, ആദ്യം നമുക്ക് ഇതിൽ എന്താ സംഭവിക്കണം നോക്കാം. താങ്കൾ അമ്മയുടെ പ്രായമുള്ള ഒരാളെ വീട്ടിൽ അമ്മയുടെ ഒപ്പം തന്നെ കൂട്ടിക്കൊണ്ട് വരുന്നു, കല്യാണം കഴിച്ചു. എന്തൊരു ശുദ്ധ വെട്ടിത്തരമാണത്, ഇതൊരു അസംബന്ധമാണ്. ഈ അല്ലേ എന്റെ വീട്ടിലുള്ള ആൾക്കാർ എന്തിനാ ശാരികത്തിലായി? ഒരു പ്രാവശ്യം വിവാഹം കഴിച്ച ഒരാൾക്ക് പിന്നെ ഏതൊരു സ്ത്രീയോടോ പുരുഷനോടോ തോന്നുന്ന പ്രണയം അതൊരു മാംസ നിമിത്തം മാത്രമാണ്, അവരുടെ മാംസത്തോട് തോന്നുന്ന ഇഷ്ടം മാത്രമാണ്. ഒരാളെക്കാളും പ്രായമുള്ള സ്ത്രീ ഒരു പുരുഷൻ കല്യാണം കഴിക്കുന്നത് ഓക്കെ ആണെന്ന് ചോദിച്ചാൽ എനിക്ക് അവരുടെ അഭിപ്രായം നല്ല പറയാൻ പറ്റും. ഡോക്ടർക്ക് നിലപാടില്ല, ദാറ്റ്സ് യുവർ പ്രോബ്ലം. ശാരികയുടെ ഈ ഒച്ച ഇത് കേട്ടിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ശാരിക പ്രായത്തിന് മൂത്ത കല്യാണം കഴിക്കുന്ന എല്ലാവരോടും പോയിട്ട് പറയും ഇങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല. അത് അവരനുഭവിക്കട്ടെ, ഞാൻ എന്തിനാ പറഞ്ഞത്? ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അവർക്ക് കേൾക്കാം, കൊള്ളാം, തള്ളാം. ഡോക്ടറെ കള്ളം പറയുന്നു. ഡോക്ടേഴ്സ് ലൈ. ഡോക്ടർ കണ്ണുകൾ കണ്ടാൽ തന്നെ അറിയാം. ഡോക്ടർ പറയും ഡോക്ടർ അതൊന്നും ഓക്കെ അല്ല. എന്റെ കണ്ണിൽ എന്തെങ്കിലും ഇതിൽ ഈ ശാരികനെ തെറി വിളിക്കണ കുറേ ടീംസ് ഉണ്ട്. അതായത് ശാരികയ്ക്ക് വിവരമില്ല, ശാരിക എന്ത് വർത്താനാണ് പറയുന്നത്, ശാരിക ഭയങ്കര എറഗൻ്റാണെന്നൊക്കെ. എറഗൻ്റാണോ അല്ലേ എന്നുള്ള അവിടെ നിൽക്കട്ടെ, ശാരികയുടെ ഒരു സ്റ്റൈൽ എങ്ങനെയാണ്, ഞാനതിന് സപ്പോർട്ട് ചെയ്യണമെന്നില്ല കേട്ടോ, ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. ഇവിടെ ശാരികയുടെ ഈ ഒരു ഷോൻ്റെ ഒരു ഇത് എനിക്ക് തോന്നിയുള്ളത്, ഇത് ഓപ്പൺ ഡിസ്കഷൻ, ഇതൊരു ഡിബേറ്റ് പോലെ രണ്ട് പേര് നിന്നിട്ട് സംസാരിക്കും. ഒരാൾ ഫോറും ഒരാൾ എഗെയിൻസ്റ്റും, ഒരാൾ അനുകൂലിച്ചിട്ടും ഒരാൾ പ്രതികൂലിച്ചിട്ടും. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ ചുണ്ടിലും മുറിയായോ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാരികയുടെ സ്റ്റാൻഡ് പോയിന്റിനെ അതിൽ ഉറച്ച് നിന്നുകൊണ്ടാണ് സംസാരിക്കേണ്ടാവുക. അതിനിപ്പോൾ ശാരികയുടെ നമ്മൾ ദേഷ്യം പിടിച്ചാൽ എന്താ കാര്യമുള്ളത്? ഇവിടെ ഇങ്ങനെ ഒരു കച്ചറ ഉണ്ടാവും, അടി ഉണ്ടാവും. ഈ രീതിയിൽ ഇവർ ആക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ നേരെ എതിരഭിപ്രായം, നേരെ ഓപ്പോസിറ്റ് സ്റ്റാൻഡ് പോയിന്റുള്ള ആളുകളെ, അല്ലെങ്കിൽ ഇവർക്കിപ്പോൾ രണ്ടുപേർക്കും ഇതിനോട് അനുകൂലോ പ്രതികൂലം ആണെന്ന് തന്നെ വിചാരിക്കും. എന്നാലും ഇവർ സ്പ്ലിറ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെക്കും. നമ്മൾ കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്തില്ലേ, ഇപ്പോൾ കോളേജ് ലെവലിൽ കോമ്പറ്റീഷന്, സ്കൂൾ ലെവൽ കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കും, ഡിബേറ്റിനൊക്കെ പങ്കെടുക്കുമ്പോൾ, സ്കൂൾ ലെവലിൽ ഇതുണ്ട് പറയില്ല കേട്ടോ, കോളേജ് ലെവലുണ്ട്. ഡിബേറ്റൊക്കെ പങ്കെടുക്കുന്ന സമയത്ത്, ഞാൻ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു, ഡിബേറ്റിനെ പങ്കെടുക്കുമ്പോൾ എങ്ങനെ അറിയോ, രണ്ട് പേര്, അതായത് ഒരു കോളേജിൽ നിന്ന് രണ്ട് പേരാണ് ഒരു ടീമായിട്ട് പോകും. ഇവരിന്നൊരു ടോപ്പിക്ക് വരുമ്പോൾ ഒരാൾ ഇതിനെ അനുകൂലിച്ചിട്ടും ഒരാൾ പ്രതികൂലിച്ചിട്ടും, ഒരാൾ ഫോറും ഒരാൾ എഗെയിൻസ്റ്റും. എന്നിട്ട് രണ്ടുപേരും കൂടി മൈക്കിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഒരാൾ അനുകൂലിച്ചുകൊണ്ട് ഇങ്ങനെ പോയിന്റുകൾ പറയണം, മറ്റേ ആൾ പ്രതികൂലിച്ചുകൊണ്ട് പോയിന്റുകൾ പറയണം. അങ്ങനെയാണ് സംഭവം. അപ്പോൾ അതുപോലൊരു സംഗതിയായിട്ട് എനിക്കിവിടെ തോന്നി. എനിക്കിപ്പോൾ ഇത് ശാരികനെ തെറി വിളിക്കുന്ന പോലെ, അല്ലെങ്കിൽ മറ്റേ ആൾ തെറ്റാണ് മറ്റേ ആൾ ശരിയാണെന്ന് പറയും, എനിക്കങ്ങനെ തോന്നില്ല. ഇത് ഒരു ഡിസ്കഷൻ, ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ഒരു അവയർനെസ് ഉണ്ടാവും. അങ്ങനെ പ്രോഗ്രാമായിട്ട് വന്നു. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഇവർ മൊത്തം പ്രോഗ്രാം ഏത് ടോപ്പിക് എടുത്തിട്ട് ഇവർ സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള അക്യൂസേഷൻസ് എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി കേട്ടോ. ഇപ്പോൾ പേഴ്സണലി അക്യൂസ് ചെയ്തേ മറ്റൊരു ഒരു പയ്യന് ഒരു 55 വയസ്സുകാരി വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവളുടെ സ്വത്തോ അവളുടെ മറ്റെന്തെങ്കിലോ കാര്യങ്ങളോ ഒക്കെ മുന്നിൽ തന്നെയാണ് ചെയ്യുന്നത്. എനിക്കിത് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ ടി ഫാമിലിയിലാണ്. ടി ഫാമിലിയിൽ അറിയാലോ, ഒരു ഭാര്യയും ഭർത്താവും ഏജ് ഗ്യാപ്പ് കുറച്ചുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് 20 വയസ്സുള്ള, അല്ലെങ്കിൽ 25 വയസ്സുള്ള പയ്യൻ 70 വയസ്സുകാരി കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കലുണ്ട്. 22-25 വയസ്സുള്ള പെൺകുട്ടി 75 വയസ്സുള്ള പയ്യനോ വൃദ്ധനെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് അപ് ടു ദം. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കിട്ടുക, അത്രയേ ഉള്ളൂ. ഇതിലിപ്പോൾ തെറ്റു ശരിയൊന്നുമില്ല. മാരേജബിൾ ഏജിൽ എത്തിയിട്ടുള്ള ആളുകളാണെങ്കിൽ തോന്നിയ കല്യാണം കഴിക്കും. അല്ലെങ്കിൽ അവർ മറ്റേത് കൂടിയിട്ട്, അതായത്
വികാര വിക്ഷുബ്ധത കൂടിയിട്ട് ചെയ്തു. ഐ മീൻ വികാര വിക്ഷുബ്ധത. Have you fallen in love with someone? No. അതാണ് പ്രശ്നം. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ നമ്മൾ അങ്ങനത്തെ ശരിയോ തെറ്റോ എന്ന് ചോദിച്ചു അതിനൊരു ഉത്തരം ഡോക്ടർ പറഞ്ഞേ പറ്റൂ. അല്ല ശരിയോ തെറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളോട് ഇഷ്ടം തോന്നിന്ന് വെച്ചോളൂ, പ്രായം കൂടുതൽ ഒരാളോട് ഇഷ്ടം തോന്നിന്ന് വെച്ചോ. ഇപ്പൊ ഒരുപാട് കപ്പിൾസ് ഉണ്ടല്ലോ അങ്ങനെ. ഡോക്ടറുടെ ഒരു മകനാണ് അത് ചെയ്യുന്നെങ്കിൽ ഡോക്ടർ കുമാരോടൊന്ന് വിചാരിക്കുക. I am perfectly fine. If that's my son's choice, I am perfectly fine. Okay. I am not a parent who would എന്താ പറയാ go and tell my son what to do. ഡോക്ടർ പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്താണ് ഡോക്ടർ പ്രശ്നം? അത് അവരുടെ മാത്രം പെർസ്പെക്റ്റീവ് ആണെന്ന് കരുതി ഡോക്ടർ അതാണ് എന്റെ ആൻസർ. ഞാൻ ആ ആൻസറിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഡോക്ടർ കള്ളം പറയുന്നു. ഡോക്ടർ ഇസ് ലൈങ്. ഡോക്ടർ കണ്ണുകൾ കണ്ടാൽ തന്നെ അറിയാം. ഇതിൻ്റെ വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഈ വിഷയത്തിൽ ഏത് വിഷയമായാലും ഇപ്പം ഈ വിഷയത്തെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ വേറെ കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ചിലവർ പറയും പുറമേ ഒരു ഫിലോസഫി ഇതൊക്കെ പറയും, പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ ഇതൊന്നും ചെയ്യൂലെന്ന്. അങ്ങനെ പല ആൾക്കാരെയും അടച്ചാക്ഷേപിക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഇതിലൊരു അഭിപ്രായം പറയട്ടെ. ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ വരുമ്പോൾ ഒരു പക്ഷേ പലരും ഇതിനെതിരായിരിക്കും. അതായത് നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ എൻ്റെ അത്രയും ക്ലോസ് സർക്കിളിൽ ഇത് നടന്നാൽ എനിക്ക് ഇഷ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടാവില്ല. പക്ഷേ ഇന്ന് ചിലവർ പറയും. എന്നിട്ട് പുറമെ എന്താ വെച്ചാൽ സമൂഹത്തെ മൊത്തം വിപ്ലവമാക്കി മാറ്റാനും അതും ഇതൊക്കെ കൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുന്നൊരു കുഴപ്പമില്ല, ലിബറലായിട്ടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ വയ്ക്കും. അപ്പോൾ അങ്ങനെ ആളുകൾ ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയട്ടെ, ഇതെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരുത്തന് പേഴ്സണൽ ലൈഫിൽ താല്പര്യമില്ലാത്തൊരു സാധനം അവർ പബ്ലിക്കായിട്ട് അതിനെ എഗെയിൻസ്റ്റ് പറയാൻ പാടില്ല, നിർബന്ധമൊന്നുമില്ല. അതിനെ ഫേക്ക് എന്ന് പറയാൻ പറ്റുമോ? എനിക്കത് പലപ്പോഴും വരുന്ന സംശയമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ പറയാണ് ഏത് ഭക്ഷണം വേണമെങ്കിൽ ഇങ്ങ് കഴിക്കാം, ഏത് ഭക്ഷണം വേണമെങ്കിൽ കഴിക്കാം, അത് കഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അത് തെറ്റു പറയാനൊന്നും പറ്റില്ല, ഏത് ഭക്ഷണം ആളുകൾ കഴിച്ചോട്ടെ എന്ന് പറയുന്ന ഒരാൾ അവനവൻ്റെ വീട്ടിൽ ഇപ്പോൾ അയാൾ പറയണത് ഞാൻ ഇന്ന ഫുഡ് കഴിക്കൂല എന്ന്. അതിപ്പോൾ ജാതി മതം ഒന്നും കലർത്തണ്ടായില്ല. ഇപ്പോൾ അയാൾ പറയണത് എനിക്ക് ഭക്ഷണം ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അതെന്താ എല്ലാ ഭക്ഷണം കഴിച്ചാൽ എന്താ കുഴപ്പം, എന്താ അങ്ങനെയെന്നൊക്കെ പറയും. മറ്റുള്ളൊരു പൊളിറ്റിക്കൽ രീതിയിൽ ഇതൊക്കെ പറയുമ്പോൾ കാര്യം മനസ്സിലാക്കും അയാൾക്കത് താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ അക്നോളേജ് ചെയ്യണ്ടേ. ഇപ്പോൾ ഇവിടെ പറയുന്നില്ലേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഓൾഡർ വുമണായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് അപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് അവരൊരു അവസ്ഥ വെച്ചിട്ട് പറയേണ്ട അവർ ഫിലോസഫിക്കലി ചിലപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് പ്രായം മാത്രമല്ല, അവരെ ഹെൽത്ത് വേറെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അവർ അഥവാ അത് എതിർത്ത് വിചാരിക്കും. അപ്പോൾ പലരും പറയുന്നുണ്ടാവും അയ്യോ പ്രായം കൂടുതലുള്ളവരുമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഇൻ്റർവ്യൂവിലൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു, പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ വന്നപ്പോൾ എതിർത്തു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പ്രായം മാത്രമല്ല അവിടെ കാരണം ഉണ്ടാവുക, ഹെൽത്തി ആവുക എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ. ഇപ്പോൾ പ്രായം ആളുകൾക്ക് കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ട് എല്ലാ തരത്തിലും കോമ്പാറ്റബിൾ ആവണമെന്നില്ലല്ലോ. വേറെയും കുറേ കാര്യങ്ങളുണ്ടല്ലോ. കാരണം ഇതൊരു റിലേഷൻഷിപ്പാണ്, അങ്ങനെ കാര്യമുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഏജിനെ മാത്രം വെച്ചുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ. അതൊരു ഞാൻ ആമുഖമായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ചുമ്മാ കയറിയ ആളുകൾ ഇങ്ങനെ ചീത്ത വിളിക്കുമ്പോൾ ഇപ്പോൾ ടി ഫാമിലിയുടെ കാര്യം തന്നെ എടുക്കുക. അവർ പ്രായം അവർക്ക് രണ്ടുപേർക്കും പ്രശ്നമല്ലായിരുന്നു. അവരൊരു ഹെൽത്തും അവരൊരു കോമ്പാറ്റബിലിറ്റി ഒക്കെ നോക്കുമ്പോൾ അതൊക്കെ അവർക്ക് സെറ്റായിട്ട് ഓക്കെ ആയിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നിയതുകൊണ്ട് അവർ കല്യാണം കഴിച്ചു അല്ലേ. അവിടെ പ്രായം മാത്രമല്ല വേറെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ വിചാരം നിങ്ങൾ മാത്രം വലിയ ഗ്രേറ്റ് സൈക്കോളജിസ്റ്റ്, നിങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ വായിക്കാൻ സാധിക്കത്തുള്ളൂ, കാണാൻ സാധിക്കും. നിങ്ങളുടെ മുഖത്തിന്റെ മറ്റൊരു മുഖം എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ ശാരിക പഠിച്ചിട്ട് പഠിക്കാൻ ആവശ്യമൊന്നുമില്ല. അതിനൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സൈക്കോളജി പഠിക്കുക അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആവുന്നത്. വെരി സിമ്പിൾ. ദിസ് ഈസ് വെരി ന്യൂ ടു ദി എൻറ്റയർ ഫ്രാറ്റേണിറ്റി. ശരി, എന്താണെങ്കിലും ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ശാരിക പേഷ്യൻസിനെ കാണാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പേഷ്യൻസിനോട് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അത് അവരുടെ കണ്ടീഷൻ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഒരു പണ്ടേ നോർമൽ ആയിട്ട് പുറത്തിറങ്ങി പൊളിയായി മാറും. ഞാനാണ് സൈക്കോളജി നിങ്ങളുടെ സാധിക്കും. നിങ്ങളൊക്കെ മറ്റേ ഇവിടെ ശാരികയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് തോന്നി. ശാരിക മനഃപൂർവ്വം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ എതിർ സീറ്റിലിരിക്കുന്ന ആളെ പ്രകോപിപ്പിക്കാനുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇത്രയും ഇൻ്റർവ്യൂസിലൊക്കെ ഇവർ എന്താ പറയുക അത്രയും പൊന്നിൻ വിലയുള്ള ആങ്കറായിട്ടിരിക്കുന്നതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ഇവരെ ഇൻ്റർവ്യൂ കാണാൻ ആൾക്കാരുണ്ട്. അതന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശാരികയ്ക്ക് ഞാനെന്ന സൈക്കോളജിസ്റ്റിനെ കുറിച്ചോ എന്റെ ഫേമിനെ കുറിച്ചോ എന്താണ് അറിയുന്നത്? എനിക്ക് അതിന്റെ ആവശ്യമില്ല. You are being very judgmental. No, I am not judgmental. You are judgmental.
ഡോക്ടറെ ജഡ്ജ് ചെയ്തിട്ടില്ല. ഡോക്ടറുടെ കറന്റ് സെനാരിയോ അത് കറക്റ്റ് പെരുമാറ്റം വെച്ചിട്ടാണ് ഞാൻ ബിഹേവ് ചെയ്യുന്നത്. അത് മാത്രം ഞാൻ ലിവിംഗ് ഇൻ ദ ലൈവിലാണ്. ഞാൻ ലൈവിലാണ് ജീവിക്കുന്നത്. പ്രസന്റിലോ നീ പറയുന്ന പോലെ പാസ്റ്റും അല്ല ജീവിക്കുന്നത്. പക്ഷെ ഡോക്ടർ ഈസ്റ്റർ തുടങ്ങും എന്തെങ്കിലും തോന്നുമ്പോ ആൻസർ ചെയ്യും. തോന്നുമ്പോ ഒച്ചെടുക്കുക, മാത്രമല്ലേ നിൽക്കുള്ളൂ. എന്തിനാണ് Can you lower down your voice a little bit? ഡോക്ടർക്ക് സൗണ്ടിനെ പേടിയുണ്ട്. സംതിങ് റോങ് വിത്ത് ഞാൻ നേരത്തെ ചർച്ചയിൽ തന്നെ പറഞ്ഞു. യു ഷുഡ് കൺസൾട്ട് എ സൈക്കോളജിസ്റ്റ്. ശാരികയുടെ ഈ ഒച്ച എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പ്രശ്നേഷനെയും ശാരികേനെയും കൂടി ആ ഒരു ഹോട്ട് സീറ്റിൽ ഫ്രസ്ട്രേഷനെ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഒരു രണ്ടുപേരും കൂടി ഇത് ടോപ്പിക്കിനെ കുറിച്ച് വിശകലനം ചെയ്യണ അവസ്ഥ ആലോചിച്ചൊക്കെ ഇവിടെ ഈ സൈക്കോളജിസ്റ്റ് പകരം ഫ്രസ്ട്രേഷൻ ആണ് വിചാരിക്കാൻ അവസ്ഥ ആലോചിച്ചൊക്കെ രസമായിരിക്കും അല്ലേ? ഇത് അതായത് ഞാൻ ചോദിക്കണത് ആചാരമായിട്ടല്ല, ഒരു രണ്ടുപേരും കൂടി അതായത് രണ്ടുപേർക്കും പറവളോന്ന് വർത്താനം പറയണമല്ലോ. അങ്ങനെയുള്ള അവർ പൊതുവെ കാണിക്കുന്നത് അവർ പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ആവണമെന്നില്ല. നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ കാണുന്നത് അങ്ങനെയാണ് അവരെ വർത്താനം. ഇപ്പോൾ പ്രശ്നേഷൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ അങ്ങനെയല്ലോ. അതുപോലെ ശാരീരികരെ നന്നായിട്ട് പറവളോന്ന് വർത്താനം പറയുന്നുണ്ട്. ഒരാളെ പലപ്പോഴും സംസാരിക്കാൻ സമ്മതിക്കാണ്ട് അത് ഇവർ രണ്ടര കൂടി ഒറ്റ ഫ്രെയിമിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ അവസ്ഥ ആലോചിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ മറ്റേ നമ്മുടെ ഏതൊരു സിനിമ നടി പറഞ്ഞല്ലോ തൊട്ടടുത്ത് ഇനി മൈക്കോ വല്ല അമ്പലപ്പാട്ടോ പള്ളിപ്പാട്ടോ കൊണ്ടുവച്ച് ഡോക്ടർ ഓടുമല്ലോ. അല്ല ശാരികയുടെ ഇങ്ങനെ ഹൈ വോളിയം പ്രശ്നമുണ്ടോ? മ്യൂസിക് ഒന്നും വെക്കത്തില്ലേ? ഇത് പ്രശ്നമുണ്ട്, എനിക്ക് പ്രശ്നമുണ്ട്. ഞാൻ നോയ്സ് സെൻസിറ്റീവ് ആണ്. എനിക്ക് വല്ലാണ്ടൊരു ബഹളമൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷയമാണ്, അൺകംഫർട്ടബിൾ ആണ്. നമ്മുടെ എനർജി ലെവൽ ഒരുപാട് ബാധിക്കും. എന്തിന് സോഷ്യൽ മീഡിയയിൽ തന്നെ കാര്യമായിട്ട് ആക്റ്റീവായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണം തട്ടും. ഇങ്ങനെ കുറച്ചുണ്ട്. അത് ഇൻട്രോവേർട്ടുകൾ ഫീലിംഗ് ടൈപ്പ് ആളുകൾക്കൊക്കെ ഈ ഒരു ഭയങ്കരമായിട്ട് എക്സോഷൻ വരും. വയലൻസ് കുറച്ച് കണ്ടിട്ടുണ്ട്. വയലൻസ് മൂവീസ് കാണാൻ അൺകംഫർട്ടബിൾ ആണ്. ഇങ്ങനെ വലിയ രീതിയിൽ ശബ്ദം, അതിൽ ഒരാൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അതിൽ കയറി ഇടപെട്ട് ഇങ്ങനെ സംസാരിക്കൂലേ, ഭയങ്കര വിഷയമാണ്, ഭയങ്കര പ്രശ്നമാണ്. അതിപ്പോൾ അങ്ങനെ നമ്മൾ സൈക്കോളജിയെക്കുറിച്ചൊക്കെ കുറച്ചെങ്കിലും അറിയാൻ ശ്രമിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവും തോന്നുന്നു. പല തരത്തിലുള്ള ആളുകളുണ്ടല്ലോ, എല്ലാവരും ഒരേ ടൈപ്പ് അല്ലല്ലോ. എക്സ്ട്രോവേർട്ടുകൾ, ഇൻട്രോവേർട്ടുകൾ, അതിൽ ഫീലിംഗ് ടൈപ്പ്, തിങ്കിങ് ടൈപ്പ്, അങ്ങനെ കുറേ ആളുകൾ ഓരോരുത്തരും ഓരോ രീതിയിൽ. പ്രശ്നമാണോ ശാരികയുടെ ഒച്ച ഈ അമ്പലപ്പാട്ടും പള്ളിപ്പാട്ടും ഒക്കെ പോലെ തന്നെയാണ്? ഓ, അപ്പൊ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമോ അവിടെ ചെന്ന്? അപ്പൊ നിങ്ങളുടെ പ്രശ്നമാണ് ഈ സൗണ്ട്. എന്റെ പ്രശ്നമല്ല, എന്റെ ക്രിസ്റ്റൽ ക്ലിയർ വോയിസ് ആണ്. ആരും അങ്ങ് ദൂരെ നിന്നാ പോലും എന്റെ സൗണ്ട്. ശാരിക ഞാനൊരു കാര്യം പറയട്ടെ, ദേഷ്യം വരുന്നുണ്ടല്ലോ. ശാരിക ഈ പറയുന്ന കാര്യങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല. എനിക്ക് ഡോക്ടറാണ് ബന്ധമില്ല സംസാരിക്കുന്നത്. അപ്പൊ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് ഡോക്ടർക്ക് കിട്ടുന്നപ്പോ ഡോക്ടറെ കൈ കിട്ടിയിരുന്നു പറയുക, അത് അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. അതിനല്ലല്ലോ നമ്മുടെ ചർച്ചയ്ക്കിരിക്കുന്നത്. അവരുടെ പെർസ്പെക്റ്റീവ് ഇതിൽ എനിക്ക് അങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റൂ. ഇങ്ങനൊന്നും അല്ലല്ലോ നേരത്തെ ഡോക്ടറുടെ മുഖത്ത് കണ്ടത്. എന്റെ മുഖത്ത് എന്ത് കണ്ടു? ഡോക്ടർ നേരത്തെ പറഞ്ഞത് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ ആയിട്ടാണല്ലോ ഫീൽ ചെയ്തത്. നേരത്തെ ഡോക്ടർ ടോപ്പിക് കണ്ടപ്പോ തന്നെ ഡോക്ടർ മുഖത്ത് വിവരണമായി. അത് ശാരികയ്ക്ക് വെറുതെ തോന്നുന്നതാ. ശാരികയ്ക്ക് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ജെന്യൂൻ ആയിട്ട് ചെയ്യണേ. എന്റെ മുമ്പിൽ അഭിനയിക്കാതിരിക്കും. നമ്മൾ തമ്മിൽ ഓക്കെ പറഞ്ഞോണ്ടൊക്കെ സ്ക്രിപ്റ്റ് ഒക്കെ ഇട്ട് ഓക്കെ ഫൈൻ. അതല്ലാതെ അഭിനയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശാരികയ്ക്ക് പല രീതിയിലുള്ള തോന്നലുകളും ശബ്ദങ്ങളും പല ഇങ്ങനെ വിചാരങ്ങളൊക്കെ ഉണ്ടാവും. അതിന് എനിക്ക് ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്റെ വിചാരങ്ങളും വികാരങ്ങളും ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല ശാരിക എന്താ ഈ കഴിഞ്ഞ ഇന്റർവ്യൂലാണെങ്കിലും ഇതിന് ഡോക്ടർക്ക് നിലപാടില്ല. ദാറ്റ്സ് യുവർ പ്രോബ്ലം. അല്ല, ഒരാളെക്കാളും പ്രായമുള്ള സ്ത്രീ ഒരു പുരുഷൻ കല്യാണം കഴിക്കുന്നത് ഓക്കെ ആണെന്ന് ചോദിച്ചാൽ എനിക്ക് അവരുടെ അഭിപ്രായം നല്ലേ പറയാൻ പറ്റൂ. എനിക്കിപ്പോ സച്ചിൻ തെണ്ടുൽക്കർ അഞ്ജലി കല്യാണം കഴിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സച്ചിൻ തെണ്ടുൽക്കർ ഫെൽ ഇൻ ലവ് വിത്ത് അഞ്ജലി. ഓക്കെ, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഈ സമൂഹത്തിൽ ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത്. ശാരിക, അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ചോയ്സ് ആണ്. ആർക്ക് ആരോടാണ് ഇഷ്ടം തോന്നുന്നത്. സി, മാരേജ് എന്ന് പറയുന്നത് തന്നെ ഒരു ലോട്ടറി ആണ്. മനസ്സിലായോ? Depends. For some people it will be successful, for some people it may not be successful. അപ്പോൾ പ്രായം കൂടുതൽ ഒരാളെ കല്യാണം കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരും ഉണ്ട്. ഭാവിയിൽ അത് ആലോചിച്ചിട്ട് റിഗ്രറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ലൈഫ് ഇസ് ഫുൾ ഓഫ് റിഗ്രറ്റ്സ് ആൻഡ് ചോയ്സസ് അല്ലേ? അപ്പം എന്റെ അഭിപ്രായത്തിൽ അത് ഒരാളുടെ വ്യക്തിപരമായ ചോയ്സ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഡോക്ടർക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഒന്നുമില്ല. ഡോക്ടർ മറ്റുള്ള അഭിപ്രായമാണ് എന്റെ ചോയ്സ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ എന്റെ അഭിപ്രായം എന്ന് പറയാം. സത്യത്തിൽ ശുദ്ധ മൂഢത്തരമാണ് ഈ ഏറ്റവും പ്രായമുള്ള സ്ത്രീകൾ, അതായത് അറ്റ്ലീസ്റ്റ് ഒരു 10-15 ഡിഫറൻസ്, ഏജ് ഡിഫറൻസ്. ഇപ്പൊ കാണുന്ന ഒരു ട്രെൻഡിങ് ആണല്ലോ യൂട്യൂബ്. ഇപ്പൊ മിക്ക യൂട്യൂബ് കപ്പിൾസിനൊക്കെ ഞാൻ കാണാറുണ്ട്. ഒരു 19 വയസ്സുകാരൻ അല്ലെങ്കിൽ 20 വയസ്സുകാരൻ 40 വയസ്സുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുക, 50 വയസ്സുള്ള സ്ത്രീയെ വിവാഹം. ഇവനെയൊക്കെ ഉദ്ദേശം എന്താണെന്നറിയാമോ?
ഇതിന്റെയൊക്കെ യഥാർത്ഥ ഉദ്ദേശം പ്രണയമൊന്നുമല്ല. പ്രണയം തോന്നുന്ന ഒരു പ്രായമുണ്ട്, ഒരു ടീനിലെ പ്രായം. പ്രണയം എപ്പോ വേണമെങ്കിലും തോന്നാന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഒരു പ്രാവശ്യം വിവാഹം കഴിച്ച ഒരാൾക്ക് പിന്നെ ഏതൊരു സ്ത്രീയോടോ പുരുഷനോടോ തോന്നുന്ന പ്രണയം അതൊരു മാംസ നിമിത്തം മാത്രമാണ്, അവളുടെ മാംസത്തോട് തോന്നുന്ന ഇഷ്ടം മാത്രമാണ്. അല്ലാതെ ഹൃദയത്തിൽ തോന്നുന്ന ബട്ടർഫ്ലൈ എഫക്ട് ആ ടീനിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന ടീനേജറിന് അല്ലെങ്കിൽ 20s ഏർലി 20s മിഡ് 20s ഉള്ള ഒരു പയ്യന് ഒരു 55 വയസ്സുകാരി വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവളുടെ സ്വത്തോ അവളുടെ മറ്റെന്തെങ്കിലോ കാര്യങ്ങളോ ഒക്കെ മുൻനിർത്തി തന്നെയാണ് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവന് മറ്റേത് കൂടിയിട്ട്, അതായത് വികാര വിക്ഷുബ്ധത കൂടിയിട്ട് ചെയ്യുന്നത്. ഐ മീൻ വികാര വിക്ഷുബ്ധത, മറ്റേത് ഇൻ ദ സെൻസ് വികാര വിക്ഷുബ്ധതയാണ് ഉദ്ദേശിച്ചത്. ആ വികാര വിക്ഷുബ്ധത കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതാണ് എന്റെ പേഴ്സണൽ പെർസ്പെക്ടീവ്. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ അമ്മയുടെ പ്രായമുള്ള, ഇപ്പൊ എന്റെ ബ്രദർ ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ താങ്കളുടെ ബ്രദർ, താങ്കളുടെ അമ്മയുടെ പ്രായമുള്ള ഒരാളെ വീട്ടിൽ അമ്മയുടെ ഒപ്പം തന്നെ കൂട്ടിക്കൊണ്ട് വരുന്നു കല്യാണം കഴിച്ച്, എന്തൊരു ശുദ്ധ വീട്ടിത്തരമാണത്, ഇതൊരു അസംബന്ധമാണ്. ഈ സംശയമല്ല ഇൻഡിവിജ്വൽ വ്യക്തിഹത്യ ചെയ്ത് സംസാരിക്കണതിന് പകരം എന്റെ വീട്ടിലുള്ള ആൾക്കാർ എന്തിനാ ശാരിക ഇതില് ഈ കോൺവെർസേഷന്റെ താങ്കളുടെ അനിയനല്ല എന്റെ അനിയനല്ല, എന്റെ അനിയനെ തന്നെ പറഞ്ഞോളൂ. താങ്കളുടെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്നത്? അവരാരും ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് എനിക്കറിയാം. ഉള്ളിന്റെ ഉള്ളിൽ ഡോക്ടർക്ക് ഇതൊന്നും താല്പര്യമില്ല. ഡോക്ടർ ഒരു പുകമറയാണ്. ശാരിക സ്വയം ഇറിറ്റേറ്റഡ് ആവുന്നു. ഡോക്ടർ എന്തിനാ അത് പറയുന്നത്? ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ ഡോക്ടർ അനിയനെയോ ഒന്നും നമ്മൾ പറയുന്നില്ല ഇവിടെ. ഫോർ എക്സാമ്പിൾ, ശാരികയ്ക്ക് പൊതുവെ സമൂഹത്തിനോട് ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ഒരു വെറുപ്പോ അങ്ങനെ, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ഇപ്പോൾ ട്രാജഡീസോ അല്ലെങ്കിൽ ആരെങ്കിലും തേച്ചു പോയി അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ആണുങ്ങൾ അടച്ചാക്ഷേപിക്കുക, അല്ലെങ്കിൽ പ്രണയത്തോട് താല്പര്യമില്ലാത്തത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുനിഷ്ഠ രീതിയിൽ ചിന്തിക്കണത്, ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കമൻറ്റ്സ് ഞാൻ യൂട്യൂബിൽ കാണലുണ്ടായി. ഞാൻ ഈ കമൻറ്റുകളൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കട്ടോ. അതായത് ആദ്യം വരുന്ന ഒരു 10-20 കമൻറ്റ്സൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പലപ്പോഴും നമ്മളെ ഒന്നും കൂടി മോഡറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചേഞ്ച് വരുത്തുകയൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ വരില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ പക്ക പ്രൊഫഷണലാണ്, ഒരു സംശയമില്ല. അപ്പോൾ അതിലെനിക്ക് ഇവരോട് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. ഇവരൊരു ആറ്റിറ്റ്യൂഡ്, ഇവരൊരു കാര്യത്തെ ഡീൽ ചെയ്യണ ഒരു രീതി, സംഭവമൊക്കെ ഉണ്ടല്ലോ. ഹസ്ബൻഡിനെയും പറയണ്ട. ഇപ്പൊ ഈ എക്സാമ്പിൾ കാണിക്കാൻ പറ്റില്ല. അപ്പുറത്തിരിക്കുന്ന ചെടിയെ യൂട്യൂബില് ഓൾറെഡി ചാനലുള്ള പ്രായം കൂടിയ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടില്ല. ആ വ്ളോഗേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെ ആരെയും മെൻഷൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള പല വ്ളോഗേഴ്സും ഉണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. താങ്കൾ ആ പേര് പറഞ്ഞത് സച്ചിൻ ടെണ്ടുൽക്കർ അഞ്ജലി ഇല്ല, ഞാൻ പേര് പറഞ്ഞിട്ടില്ല. ആ വ്ളോഗേഴ്സിനെ പറയുമ്പോ അവർക്ക് ഫീൽ ആവില്ലേ ഷാരിക? എന്തുകൊണ്ട് ഫീൽ ആവുന്നത്? അവരുടെ പേഴ്സണൽ പെർസ്പെക്റ്റീവ് ഷാരിക സംസാരിക്കുന്ന രീതി കേട്ട് ആർക്കാണെങ്കിലും ഫീൽ ആവും. അങ്ങനെ ഒരു മാജിക്കൽ സ്കില്ല് ഷാരികയ്ക്ക് ഉണ്ട്. യു ഹാവ് ദി അമേസിംഗ് സ്കിൽ ടു മേക്ക് സമ്മൺ ഫീൽ ബാഡ് ഷാരിക. ഇവിടെ താഴ്ന്ന കമൻറ്റുകൾ, ഷാരികയെ കാണുമ്പോൾ ചൊറിഞ്ഞു വരെ, ഷാരിക നീഡ് സം ട്രീറ്റ്മെൻറ്റ് ഐ ഹോപ്പ് എന്ന്. ഷാരികയ്ക്ക് വട്ടാണ്, ഡോക്ടർ ആവുന്നത്. രേണുസുതി ഇൻ്റർവ്യൂ മാത്രമല്ല, നിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആർക്കും ഇഷ്ടമല്ല. അത് നീ മനസ്സിലാക്കണേ. നീ ക്യാഷ് ഉണ്ടാക്കി എന്ത് പണി ചെയ്യുന്ന മൈൻഡ് വിട്ട് നല്ല കുടുംബത്തിലുണ്ടാവണമെന്ന്. നല്ല കുടുംബം, എന്താ ഈ നല്ല കുടുംബം? ഡോക്ടർ പറയുന്ന കാര്യമുണ്ട്, എത്ര ആൾ മാരേജ് ചെയ്യുന്നുണ്ട്, അവരെ ഇപ്പോൾ നല്ല ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട്. ഷാരിക ഇഷ്ടമല്ലാത്തവർക്കിവിടെ കൂടാവുന്നൊക്കെ. ഷാരിക നോട്ട് നോർമൽ അത്ര. ഈ ഷാരികയെ കാണുമ്പോൾ തന്നെ ചൊറിഞ്ഞു വരുന്നു, ഒന്ന് കൊടുക്കാൻ തോന്നുന്നു. അയ്യോ, ഷാരിക ഈസ് വെരി റോങ്. ഷാരിക പറയുന്നത് ശരിയാണ് എന്ന്. സൂര്യ എസ്. ഡോക്ടർ എന്തിനാ ഇവരോട് സംസാരിച്ച് വില കളയുന്നത്? ഇവൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ഉത്തരം വേണം. അതാ ചൊറിച്ചിൽ. ഈ ചൊറിച്ചിലൊന്നും ആരെങ്കിലും മാറ്റി കൊടുക്കും. വ്യൂസ് പറഞ്ഞ സാധനമുണ്ട്. ഇവരിങ്ങനെ ഒരു വീഡിയോയുടെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ വ്യൂസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കാശ് വേണമല്ലോ. അപ്പോൾ ഷാരികയെ പോലുള്ള ആളുകളെ, അതേപോലെ ഡോക്ടറെ പോലുള്ള ആളുകൾ ഇങ്ങനെയായിട്ടാണ് ഒരു പെയർ അവരെ ഡിസ്കഷൻ ചെയ്തതിൽ കാര്യമുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ കമൻറ്റ് ചെയ്യണത്. ആളുകൾ കണ്ടോ, കാണുമ്പോൾ തന്നെ ചൊറിഞ്ഞു വരുന്നു എന്നൊക്കെ പറയുമ്പോഴേ എൻഗേജ്മെൻറ്റ് കൂടും കമൻറ്റ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ. ഡോക്ടറെ കൊണ്ട് ഒന്നും പറയിപ്പിക്കില്ല എന്ന്. ഡോക്ടറെ കാണാൻ അനുവദിക്കുന്നില്ല, ഡോക്ടറെ പറയാൻ അനുവദിക്കുന്നില്ല ഷാരിക. കുറച്ച് സമയമൊന്നും ഉണ്ടാതെ ഇരുന്ന് ഡോക്ടർ പറയുന്നത് കേൾക്കുന്നത്. തോൽക്കുമെന്ന് തോന്നുമ്പോൾ വലിയ ശബ്ദം എടുക്കുന്നതും ഒരു മാനസിക രോഗമാണ്. ഇവരുടെ സംസാരം കേട്ടിട്ട് എങ്ങനെ മിണ്ടാതെ ഇരിക്കാൻ പറ്റും? ഡോക്ടറിൻ്റെ പേഷ്യൻസ് ലെവൽ. ഡോക്ടർ യു ആർ റൈറ്റ്. ദൈവമേ, ഇവൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങിയോ? മൈത്രയിൽ നേരിട്ട് റെഫർ ചെയ്ത് വിട്ടതാണ് എന്നാണ് തോന്നണത്. മൈത്രയിലായിട്ട് ഷാരികയുടെ ഒരു ഇൻ്റർവ്യൂ ഇല്ലേ, ദൈവമേ, ചിരിച്ചു ഉപ്പാടെ ഇളകിയത് കണ്ടിട്ട്. ഷാരിക ടോട്ടലി കൾച്ചർലെസ്. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഷാരിക അതിഥിയെ ക്ഷണിച്ചു വരുത്തുന്നു ഷാരികയ്ക്ക് സംസാരിച്ച് അതിഥിയെ കേൾപ്പിക്കാനാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് കേട്ടോ. ഷാരിക അതിലുണ്ട് എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് പിടിക്കുന്ന പോലെ. അവതാരിക എന്നാൽ സ്വയം അവതരിപ്പിക്കുന്നവൾ എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്.
ഈ അവതാരിക എന്നാൽ സ്വയം അവതരിപ്പിക്കുന്നവൻ എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഐ വിൽ സ്പീക്ക് മൈ ഒപ്പീനിയൻസ്, യു ഷാൽ ലിസൺ ടു മീ ആൻഡ് എൻഡോസ് മൈ വ്യൂസ് എന്നതാണ് അവരുടെ പോളിസി. ഐ വിൽ സ്പീക്ക് മൈ ഒപ്പീനിയൻസ്, യു ഷാൽ ലിസൺ ടു മീ ആൻഡ് എൻഡോസ് മൈ വ്യൂസ് എന്നാണ് അവരുടെ പോളിസി. വിവേകമുള്ളവർ അവിടെ ചെന്നിരുന്ന് കൊടുത്ത് ഇതിനായി സഹകരിക്കാതിരിക്കുക എന്നതാണ് ഇതിൻ്റെ പരിഹാരം. അങ്ങനെ ഒരു പരിഹാരമല്ല, ചാനലുകാർക്ക് വേണ്ടത് വളരെ യുണീക്കായ ആളുകളാണ്. ഇപ്പോൾ അവരെന്താ രജനീഷ് ആ മൂപ്പരല്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവതാരകരിൽ ഒരാളാണ് മൂപ്പര്. അങ്ങനെ 5-6 പേരുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ശാരീരിക വളരെ യുണീക്കായിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഈ ഒരാളെ സംസാരിക്കാൻ അനുവദിക്കാണ്ടിരിക്കണത് എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടമല്ല. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമാണത്. ഒരാളെ സംസാരിക്കാൻ വിടാണ്ടിരിക്കുമ്പോൾ അവർ സംസാരിക്കട്ടെ, ഇടയ്ക്കറിയിട്ട് പറഞ്ഞാൽ ഭയങ്കര വിഷയമാണ് എനിക്ക്. അത് കാണുമ്പോഴും ഭയങ്കര വിഷയമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു തരുന്നത് ശാരിക ഇപ്പോൾ രജനീഷിനെ പോലെ അല്ലല്ലോ മൂപ്പര്. അപ്പോൾ രജനീഷിൻ്റെതായ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. അവർ ശാരികയുടേതായിട്ടുള്ള ഒരു യുണീക്ക്നെസ് ഉണ്ടായിരിക്കും. ഈ യുണീക്ക്നെസ് മാർക്കറ്റ് ചെയ്യാൻ മീഡിയ ഉപയോഗിക്കും. മീഡിയ പരമാവധി ശ്രമിക്കും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കി, ഇത് രജനീഷിനെ പോലെ അല്ലെങ്കിൽ രജനീഷിനെ പോലെ എന്ന് പറയണ്ട. ഇപ്പോൾ ശാരികയുടെ സ്ഥാനത്ത് ശാരികയുടെ അതേ ആറ്റിറ്റ്യൂഡുള്ള അതേ പേഴ്സ്പെക്റ്റീവിൽ ഇവിടെ സംസാരിക്കുന്ന, പക്ഷേ വളരെ ക്ഷമയോടുകൂടി മറ്റുള്ള ആളെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ കേൾക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് വിചാരിക്കുക. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇത് അത്ര ത്രില്ലിംഗ് ആയിട്ട് ഒരുപക്ഷെ തോന്നണമെന്നില്ല. ഒരുപക്ഷെ ശാരികയുടെ ഇൻ്റർവ്യൂസ്, ശാരികയുടെ പ്രോഗ്രാംസ് പറഞ്ഞാൽ ശാരികയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് തോന്നുന്നത്. അപ്പോൾ അതകത്തൊരു സംഗതിയാണ്. അത് കേൾക്കാൻ കാണാൻ ആൾക്കാരുണ്ട്. അത് തന്നെയാണ് ആ ചാനലുകാർക്ക് വേണ്ടത്. ഞാൻ വളരെ കാമായിട്ടാണ് നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയുടെ നിങ്ങളുടെ ഒരു വീക്ക്നെസ് ആണത്. എന്റെ കുഴപ്പമല്ലത്. ഞാനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കണതും ഗ്യാസ് ലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നതും ഇഷ്ടംപോലെ ഗ്യാസ് ലൈറ്റ് വീട്ടിലുണ്ടോ? ഗ്യാസ് ലൈറ്റിനെ കുറിച്ച് അതിൻ്റെ താഴെ ഒരു ഇത് കേട്ടോ, പ്രകാശ് MD 6958. ശാരിക കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാണിച്ചാണ് കല്യാണം കഴിച്ചത്? അല്ലെങ്കിൽ കഴിച്ചിട്ടില്ലെങ്കിൽ എന്ത് കാണിച്ചാണ് കല്യാണം കഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഭർത്താവിന് എത്ര വയസ്സ് വരെ വ്യത്യാസമാകാം എന്നൊരു ക്വസ്റ്റ്യൻ. ശാരിക ഉദ്ദേശിച്ച ഉത്തരങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പറയാൻ സാധിക്കുക? അടുത്തത്, ആങ്കർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ മറ്റേ ആളിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയണം. ജെനുവിൻ എന്ന് പറയുമ്പോൾ അത് അങ്ങനെയാവണം. കുറച്ച് അറിവുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇതൊന്നുമില്ലെന്ന്. ശാരിക ഈസ് ദ ബെസ്റ്റ് എന്ന് ഒരാൾ. ഫാത്തിമത്ത് ഫെമിദ CP. ഞാൻ CP ആണല്ലോ. അതിൻ്റെ താഴെ പോഗ്ബ ഫാൻ ഒഫീഷ്യൽ. വേറെ ഇതിൽ താഴെ ശാരികരെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് പറയുക. അതിന് താഴെ WTH വാട്ട് ദ ഹെൽ എന്നാണ് അത് ഇങ്ങനെ കൊടുത്തറു. എന്താ അവസ്ഥ അല്ലേ? ഇവള് ശരിക്കും സൈക്കോളജിസ്റ്റ് ആണോ എന്നൊക്കെ ഒരാൾ. ഈ ഭ്രാന്ത് പിടിച്ചവൾ വിളിക്കുമ്പോൾ പോയിരിക്കുന്നവരെ പറഞ്ഞാൽ മതിയില്ലെന്ന്. ശാരിക തനിക്ക് ശരിക്കും ഒരു മെഡിക്കൽ ഹെൽപ്പ് ആവശ്യമുണ്ട്, ഇതിനൊക്കെ ആങ്കറായി വെച്ചവനെ തല്ലണം എന്നൊക്കെ കമൻ്റായിട്ടാണ് ഞാൻ വായിക്കണത്. ഇത്രയും പൊലൈറ്റായി സംസാരിക്കുന്ന ആ ഡോക്ടറോട് ഇത്രയും ഡിസ്റെസ്പെക്ട്ഫുള്ളായി സംസാരിക്കാൻ എങ്ങനെ തോന്നും? ഷീ ഈസ് വെരി കാം ആൻഡ് ഗ്രേറ്റ് പേഴ്സണാലിറ്റി, ലോഡ്സ് ഓഫ് ലവ് ആൻഡ് റെസ്പെക്ട് ഡോക്ടർ. ഐ വിഷ് ടു സീ യു. I never support Sharika's character, but the psychologist is not up to the mark. I feel that she is acting good and perfect. Try to change that lady psychologist and try to bring a psychologist having strong and more commanding personality, better male psychologist, because Sharika is a more bold and stubborn person. Then only Sharika can get a good competitor. This lady psychologist is acting, or maybe originally a very calm person, actually doesn't match with Sharika's character. This lady psychologist can be given combination with anchors like Ramya, Veena, Kenna, Parvati, who are more feminine and calm personalities. സൈക്കോളജിസ്റ്റിനെ കാമായിട്ടുള്ള ആങ്കേഴ്സിൻ്റെ കൂടെ ഇടാം. രമ്യ, വീണ, കെന്ന, പാർവതി. കെന്നയുടെ ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടില്ല. ആരാ കെന്ന? അതായത് ശാരികയുടെ കൂടെ ഈ ലേഡി ഡോക്ടറിനെ റീപ്ലേസ് ചെയ്തിട്ട് പകരം വേറൊരാളെ വെക്കാനാണ് പറയണം. അതായത് ഒരു ആണായിരിക്കണമെന്ന്, ബോൾഡായിട്ടുള്ള കമാൻഡിങ് പവറുള്ള ആളായിരിക്കണമെന്ന്. ദാറ്റ് വിൽ ബി ഡിഫറെൻറ്റ്, യുണീക്കായിരിക്കും. അവളുടെ മാനസാരോഗ്യം അത്ര സുഖകരമല്ല. ശാരിക എന്ന് ഈ അവതാരിക ഡോക്ടറെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ. യൂട്യൂബ് കപ്പിൾ എന്ന് ഉദ്ദേശിച്ച് TT ഫാമിലി ഓർമ്മ വന്നവരുണ്ടോ എന്ന് എനിക്കത് ഓർമ്മ വന്ന്. രണ്ടുപേര് നമ്മളെ പൊട്ടന്മാരാക്കുകയാണോ? റീച്ച് തെറി കേട്ടിട്ടാണെങ്കിലും ഈ ഒരു ചാനൽ ഇത്രയും റീച്ച് കിട്ടുന്ന ശാരിക വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതാ റീച്ച് കിട്ടണ്ടേ. ഇതിൽ ആ ഡോക്ടർ ഫസ്റ്റ് തന്നെ പറഞ്ഞ കാര്യമാണ്, അത് അവരവരുടെ ഇഷ്ടമല്ലേ. 40 വയസ്സുള്ള ഒരു പെണ്ണിനെ കിട്ടുന്നത്, 40 വയസ്സുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നതൊക്കെ അവരവരുടെ ഇഷ്ടം. അതിനെന്തിന് ഇത്ര വലിയ ചർച്ച?
ഇത് എന്ത് ഡിസ്കഷനാണ്, മറ്റേ ആൾക്കൊന്നും ഉണ്ടണ്ടേ, അവരെയും കൂടി പരിഗണിക്കൂ. എന്താ ഈ പ്രോഗ്രാമിൻ്റെ പേര്? ഹോസ്റ്റ് ശനിദശ. അടിപൊളി, പോകാം. ഇവൾക്ക് വെട്ടാട്ടാന്നൊക്കെ. ഷാരിയ കുഡ് ബി എ പോലീസ് ഓഫീസർ, വെരി മാച്ചിങ് ആറ്റിറ്റ്യൂഡിന്. ഷി വുഡിൻ ലാസ്റ്റ് ലോങ് എന്നൊക്കെ താഴെ. എങ്കിൽ കുറ്റം ചെയ്യാത്തവർ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു. വൈബ്സ് വിത്ത് നാഗവല്ലി ഇതാണ്. അത് കമൻറ്റ് ചെയ്ത ആളുടെ പേര്, റിപ്ലൈ കൊടുത്ത ആളുടെ പേര് എവിടെ കണ്ട? അല്ല, ശാരികയുടെ കയ്യിലുണ്ടല്ലോ, പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. ഡോക്ടർക്ക് ദേഷ്യം വന്നത് ഇന്റർവ്യൂവിൽ ഡോക്ടർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു പല പോയിന്റിലും. പക്ഷെ ഡോക്ടർ ചിരിക്കുന്നു എന്ന് മാത്രം. കഷ്ടം. ഡോക്ടർ ഒന്ന് പുറത്തേക്ക് പുറത്ത് വന്ന് ദേഷ്യപ്പെടും, ഒന്ന് ഒച്ചയിട്ട് സംസാരിക്കാൻ ജസ്റ്റ് ഇറങ്ങി പോകൂ. ശാരിക എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ വികാരങ്ങളൊക്കെ പുറത്ത് പോകട്ടെ. എനിക്ക് വീട്ടിൽ നിന്ന് ആരോടെങ്കിലും ഇതൊക്കെ കാണിക്കും. എന്നെ പ്രകോപിപ്പിക്കാനോ എന്നെ ഷോയിൽ നിന്ന് പുറത്താക്കാനോ പറ്റില്ല. അത് ശാരികയുടെ സ്റ്റൈൽ. ഇടയ്ക്കിടയ്ക്ക് പടങ്ങി പോകുന്ന ശാരിക പടങ്ങി പോയാലേ കാണാനും പോലെ ഞാൻ തിരിച്ചു വരും. ഞാൻ അങ്ങനെ ദൂരെ ഒന്നും പോകത്തില്ല. പക്ഷെ ഡോക്ടർ അങ്ങനെയല്ല, പോയതാ അല്ലേ ഡോക്ടർ? പിന്നെ എനിക്ക് മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ ഇന്റർവ്യൂവർ ആയിട്ട് എന്ന് നിൽക്കാൻ പറ്റുമോ? ഓ അങ്ങനെ ചോദ്യങ്ങൾ വളച്ചൊടിക്കാതിരിക്കൂ, നമ്മളെ പോയിന്റിലേക്ക് വരും. സോ അപ്പൊ എന്റെ ഒരു അഭിപ്രായം ഞാനിവിടെ പറയാം. ഈ പറയുന്ന പോലെ നമ്മുടെ പ്രായത്തിൽ അതൊരു ഡബിൾ ഏജ്. ഞാൻ പറയട്ടെ, ശാരിക പ്രായത്തിന് മൂത്ത കല്യാണം കഴിക്കുന്ന എല്ലാവരോടും പോയിട്ട് പറയൂ ഇങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന്. പോരെ? അല്ല, അത് അവരനുഭവിക്കട്ടെ. ഞാൻ എന്തിനാ പറഞ്ഞത്? ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അവർക്ക് കേൾക്കാം, കൊള്ളാം, തള്ളാം. എന്നാൽ എന്റെ അഭിപ്രായം സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെ വരലേക്ക് ഇങ്ങനെ വിരൽ വെക്കണതിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടല്ലോ. ഫോക്കസ് കാര്യമായിട്ട് കിട്ടും എന്നൊക്കെ പറയുന്ന സാധനം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് കാണുമ്പോൾ വേറെ ഓർമ്മ, സന്തോഷ് പണ്ഡിറ്റിന് എല്ലാവരും കൂടിയും സംസാരിക്കാൻ അനുവദിക്കാണ്ട് ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂസ് കുറേ നമ്മൾ കണ്ടിട്ടുണ്ട് 10-15 വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ. ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റിനെ ആരെങ്കിലും ടോർച്ചർ ചെയ്യില്ല, അതാണ്. അപ്പോൾ ആളുകൾ മൊത്തം ഇപ്പോൾ പറഞ്ഞില്ല, ഈ ഡോക്ടറിനെ ശാരീരിക ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ ആളുകൾ ഇറിറ്റേറ്റഡ് ആണ്. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റൊക്കെ ആ സമയത്ത് എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും. ഈ സമൂഹം മൊത്തം സന്തോഷ് പണ്ഡിറ്റിനെതിരായിരുന്നു. ഭൂരിഭാഗം മൊത്തം എന്നല്ല പറയുന്നത് അല്ലേ, സംസാരിക്കാൻ അനുവദിക്കണ്ട. അപ്പോൾ ആളിങ്ങനെ വിരലൊക്കെ പിടിച്ചിരുന്നു. എനിക്ക് ആ ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോൾ, ഞാൻ കോളേജിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കും, എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു. മൂപ്പരെ ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഒരാൾ സംസാരിക്കാൻ അനുവദിക്കണ്ടേ. അപ്പം മൂപ്പര് സൗണ്ട് ഉയർത്തിയിട്ടല്ലേ സംസാരിച്ച്. അന്ന് എന്തൊക്കെയായിരുന്നു സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞത്. അങ്ങനെ ഇങ്ങനെ പോയി ചത്തോടെ എന്നൊക്കെയാണ് പലരും കമൻറ്റ് ചെയ്ത് തരുന്നത് അതിൻ്റെ താഴെ. പഴയ ഇൻ്റർവ്യൂസൊക്കെ എടുത്ത് അതിന് താഴെ കമൻറ്റൊക്കെ ഒന്ന് വായിച്ചോളി. ഞാൻ ഇടയ്ക്ക് പഴയ ഇൻ്റർവ്യൂസൊക്കെ എടുത്തിട്ട് കാണുന്നുണ്ട് അതിൻ്റെ താഴെയുള്ള കമൻറ്റുകളിലൊക്കെ. നിങ്ങളുടെ വ്യക്തിപരമായ ചോയ്സ് ആണ്. ഈ സൈലന്റ് ആയിട്ടിരിക്കുന്നവരും ഇങ്ങനെയുള്ള ന്യൂട്രൽ വേർഡിങ്സ് പറയുന്നവരൊക്കെ എന്താണെന്നറിയാമോ? സ്വന്തമായിട്ട് അഭിപ്രായമില്ല. അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ എന്റെ ഇമേജിൽ എന്തെങ്കിലും കോണ്ടത്തിട്ടുള്ള ഭയം, ഡോക്ടർക്ക് അന്ത ഭയം. അതാണ് കാര്യം. ദാറ്റ്സ് ദ റീസൺ. You are again being violent. You are being. I am not violent. I am so cool. You can see it. ആ കൂൾനെസ് മുകളിൽ കൂടെ ഇങ്ങനെ എയർ ആയിട്ട് കാണും ആകാശത്തിൽ കൂടെ. എനിക്ക് ഇന്ന് മനസ്സിലായിട്ട് വേറെ കാര്യമുണ്ട്. വെൽ ട്രെയിൻഡ് ആണ് ഇവിടെ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. ശാരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കൂടി ജെന്യൂനായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു തോന്നണം. അതായത് തോന്നണ കാര്യങ്ങൾ വിളിച്ചു പറയുക. അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. അത് ഡോക്ടർ പറയുന്ന സാധനങ്ങൾ മുഴുവനായിട്ട് വിശ്വസിക്കാനും പറ്റില്ല. ചിലപ്പോൾ ഉള്ളിൽ നമ്മുടെ പലപ്പോഴും ഇതായിരിക്കില്ല ആറ്റിറ്റ്യൂഡ്, പുറത്ത് പറയുന്നത് വേറെ വലുതായിരിക്കും. അത് ആളുകളുടെ ഒരു പ്രസൻറ്റേഷനൊക്കെ കണ്ടൊക്കെ വെച്ചിട്ട് ഒരുപാട് ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ടൊക്കെ പലരും ഇപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പല കോഴ്സുകളിലും പോയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അത് ഇപ്പോൾ സുരാജ് പറഞ്ഞില്ലേ, എത്ര കൺട്രോൾ ചെയ്താലും ഉള്ളിൽ അലവലാതി പുറത്തേക്ക് വരുന്നു പറഞ്ഞ പോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് പിടിക്കും. നേരെ എന്താ ഞാൻ പറഞ്ഞു, അതന്നെ, ഇത് പുറത്തേക്ക് വരാണ്ടിരിക്കാം പലരും ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലവർ ഉള്ളിൽ ഭയങ്കര സദാചാരമായിരിക്കാം, പക്ഷെ പുറത്ത് പറയുന്നത് വളരെ ലിബറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ ഡോക്ടറിനെ പലരും ഇങ്ങനെ പൊക്കി വിടുന്നില്ലേ, പറയാമല്ലേ, ചിലപ്പോൾ ഉള്ളിൽ നേരെ സദാചാരമായിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ പോയിൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു രീതിയൊക്കെ വരുന്നത്. അതായത് എന്തിനും ഹെഡും ടെയിലുണ്ടല്ലോ ഒരു കോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഐറണി മനുഷ്യരുടെ ഉള്ളിൽ പലപ്പോഴും ഉണ്ടായിരിക്കാം. പിന്നെ നമ്മളെന്താ വെച്ചാൽ ഇതുമായിട്ട് ഇങ്ങനെ സെറ്റായിട്ട് ഒരു നെഗോഷിയേഷൻ വന്നിട്ട് പിന്നെ നമുക്കൊരു ഏകദേശം ഒരു മോഡറേറ്റ് ലെവലിൽ പലപ്പോഴും പലരും പിടിക്കുന്നുണ്ടായിരിക്കാം. ഡോക്ടർക്ക് പല കാര്യങ്ങളും എതിരെ ഡോക്ടർക്ക് പറയാം. ഡോക്ടർ ഇമേജിനെ ഡോക്ടർ ഭയക്കുന്നു. എനിക്ക് എന്ത് ഇമേജ്? അതുകൊണ്ടാണ് ഡോക്ടർ ഡോക്ടർ സ്വന്തമായിട്ടുള്ള അഭിപ്രായം പറയും. ഡോക്ടർ പറയുന്നില്ല, ഡോക്ടർ രണ്ടോളത്തിൽ ചവിട്ടി നിൽക്കുന്നു, മൂക്കുടിച്ച് വീഴും. എന്റെ സ്വന്തം അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഒരാളുടെ വ്യക്തിപരമായ ചോയ്സ് ആണ്. ചില കാര്യങ്ങൾ നമുക്ക് വേറൊരാൾക്ക് വേണ്ടി ഞാൻ എങ്ങനെയാണ് യെസ് ആൻഡ് നോ എടുക്കുന്നത്? ശാരിക, വേറൊരാൾക്ക് വേണ്ടിയിട്ട് താങ്കളോട് കല്യാണം നടത്തി കൊടുക്കാനല്ലല്ലോ പറഞ്ഞത്. താങ്കളോട് ചോദിക്കും. നമ്മുടെ സമൂഹത്തിൽ നമ്മളെയൊക്കെ പ്രായമുള്ള ആളുകളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗുണങ്ങളിൽ ഒന്നായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവർ നമ്മളെയൊക്കെ കുറച്ചുകൂടി കാലം ജീവിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം അവരിൽ കാണാൻ സാധ്യത കൂടുതലാണ്. എല്ലാവരും അങ്ങനെയാണെന്നില്ല, സാധ്യത കൂടുതലാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾക്ക് 30 വയസ്സാണ്,
ചെക്കന് 30 ആണിന് 30 വയസ്സാണ് വിചാരിക്കുക, പെണ്ണിന് ഒരു 40 വയസ്സിനടുത്താണ് ഇതിനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഈ ഫ്ലേട്ടിങ്ങോ അല്ലെങ്കിൽ ചുമ്മാ രീതിയിലുള്ള ലെസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രാന്തോ ഈ സാധനങ്ങളൊക്കെ ഒന്ന് അതിനൊക്കെ കൂടുതൽ ഒന്ന് ഇരുത്താൻ വന്നിട്ടുണ്ടായിരിക്കും. മൊത്തത്തിൽ ഇൻഫാച്ചുവേഷൻ ഇതൊക്കെ മാറിയിട്ട് ലൈഫിൻ്റെ പ്രാക്ടിക്കൽ ഇതിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. മാത്രമല്ല നമ്മൾ കരിയറിൽ ഏകദേശം ഒരു കോലായിട്ടുണ്ടാവും. അല്ല എല്ലാവരും എങ്ങനെയാണെന്നില്ല, ഏകദേശം സാധാരണ 35-40 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ എന്താണ് നമുക്ക് വേണ്ടത്, എന്താണ് വേണ്ടാത്തത്, എന്താ നമുക്ക് സെറ്റാവുക, എന്താ സെറ്റാവാണ്ടിരിക്കുന്നത് എന്നൊക്കെ ഒരു ധാരണ ഏകദേശം ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടായിരിക്കുന്നു തോന്നുന്നത്. അതുമാത്രമല്ല നമ്മൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, പലപ്പോഴും 2, 3, 4 റിലേഷൻഷിപ്പുകളിലൂടെ അതിനു മുമ്പ് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് മനസ്സിലാവുമോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു കൗതുകത്തിൻ്റെ പുറത്തുണ്ടായിട്ട് കാര്യമില്ല, ഇതിങ്ങനെയൊക്കെ പ്രശ്നങ്ങളിലുണ്ടാവും. ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടോ സിനിമകൾ കണ്ടിട്ടോ ആളുകളെ ഇടപഴകിയിട്ടോ യാത്ര ചെയ്തിട്ടോ ഒക്കെ കുറച്ച് റിയലൈസേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ആ റിയലൈസേഷൻസ് സത്യമാവണമെന്നില്ല, പക്ഷേ നമുക്കൊരു ഏകദേശം ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടാവും ലൈഫിനെക്കുറിച്ചും അല്ലേ, കുറേ കാര്യങ്ങളെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ. അപ്പോൾ അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. അതേപോലെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഒരു തഴക്കം വന്നിട്ടുണ്ടാവും. എന്ത് തഴക്കം വരിക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച് കുറച്ചും കൂടിയൊക്കെ നമുക്ക് ചില സംഭവം നമ്മൾ സപ്രസ് ചെയ്ത് വെച്ച കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അതേപോലെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി അടിപൊളിയായിട്ടുണ്ടാകും. പലപ്പോഴും കുറച്ചും കൂടി ക്ലിയറായി ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ചില സമയത്ത് ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇങ്ങനെ തന്നെ എടുക്കാം, നമുക്ക് വേണ്ട സെക്ഷുവലായിട്ടുള്ള നീഡ്സ് ഉണ്ടായിരിക്കാം എല്ലാ മനുഷ്യർക്കും. ഇത് പലപ്പോഴും ഒരു സ്റ്റേജിലൊന്നും ചെറുപ്പത്തിലൊന്നും പലപ്പോഴും നമ്മൾ പറയണമെന്നില്ല, ഒരു സ്റ്റേജ് വരെ ഒന്നും പലപ്പോഴും. പക്ഷേ പിന്നീട് നമുക്കത് മനസ്സിലായിട്ടുണ്ടാവും ഒരു ലൈഫിൽ. ഫോർ എക്സാമ്പിൾ ഡിവോഴ്സ്ഡ് ആണ് ഇതിലൊരാൾ വിചാരിക്കാം, അപ്പോൾ അവരുടേതായ പ്രിഫറൻസുകൾ പറയുന്നുണ്ടായിരിക്കാം. അവർക്ക് എന്താണ് വേണ്ടത്, ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത്, എന്തായിട്ട് അവർക്ക് സെറ്റ് ആവില്ല, ഈ കാര്യങ്ങൾ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇതൊക്കെ പ്രായത്തിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, പലപ്പോഴും അതിനൊരു സാധ്യത കൂടുതലാണ്. ഇന്ന് ചെറുപ്പക്കാരായ യുവാക്കൾ ഒരുപാട് മുതിർന്ന, അതായത് ഒരു ഡബിൾ അല്ലെങ്കിൽ ഒരു 20-30 വയസ്സ് ഡിഫറൻസ് ഉള്ള ആൾക്കാർ വിവാഹം കഴിക്കുന്ന ഒരു പ്രവണത കൂടി വരുന്നുണ്ട്. Have you fallen in love with someone? No. അതാണ് പ്രശ്നം. ഇപ്പൊ എന്റെ അതാണ് നല്ല കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. അത് മറുപടി അങ്ങനെ ആയതുകൊണ്ട് അത് ഞാൻ എൻഡോസ് ചെയ്യണമെന്നല്ല പറഞ്ഞു തരണത്. മേ ബി അതായിരിക്കാം അല്ലേ, ആളുകളത്ത് നമുക്ക് പലപ്പോഴും ദേഷ്യം തോന്നുന്നതും താല്പര്യമില്ലാത്തത് ചിലപ്പോൾ നമ്മൾ ഡിവോഴ്സ്ഡ് ആയതുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മളാരെങ്കിലും തേച്ച് പോയതുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പല പ്രതീക്ഷകൾ വെച്ചിട്ട് ഒരാളുടെ ഇടപഴകിയിട്ട് അവസാനം അയാൾ അങ്ങനെ എല്ലാം തിരിച്ചറിയുമ്പോഴോ, ബാഡ് എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ ഇതൊക്കെ പക്ക ആക്ടിങ് ആയിരിക്കും, പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ചെയ്യണതായിരിക്കും. കാരണം ശാരിക ആ ഹോട്ട് സീറ്റിൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോട്ട് സീറ്റ് അല്ലേ, ആ പ്രോഗ്രാമിൻ്റെ സക്സസ്സിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്, അത് ഡിമാൻഡ് ചെയ്യുന്ന അങ്ങനെയാണ്, പക്ക പ്രൊഫഷണലാണ് എന്നുള്ളൊരു സംഗതി. വിനായകൻ പറഞ്ഞ ഒരു 100% പ്രൊഫഷണൽ അങ്ങനെ ആയിരിക്കാം. നമ്മൾ ഇതിന് ടോപ്പിക്കിന് വ്യതിചലിക്കുന്നത് എന്റെ പ്രണയത്തെ കുറിച്ച് പറയാനാണോ? നമുക്ക് അടുത്ത ടോപ്പിക് എടുക്കാം. When people fall in love with someone, അവര് ചിലപ്പോൾ ഏജ് ഒന്നൊരു ഫാക്ടർ ആവില്ല. ഓക്കെ ആയിക്കോട്ടെ, പക്ഷേ ഈ പറയുന്ന ഒരു കേസിൽ നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച്, നമ്മുടെ ഒരു രീതി അനുസരിച്ച് ഇതൊക്കെ സക്സസ് ആയി പോയ ചരിത്രം ഉണ്ടോ? നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ ഈ പറയപ്പെടുന്ന പോലെ ഒരു കൊലപാതകം നടന്നു നമ്മുടെ കേരളത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അവൻ ഈ പറയുന്ന 25 വയസ്സേ പ്രായമുള്ളൂ, കല്യാണം കഴിച്ച പെണ്ണിന്റെ പ്രായം 55 വയസ്സാണ്. അവൻ കല്യാണം കഴിച്ചു, ഭയങ്കര പ്രണയം. അവരുടെ ഫസ്റ്റ് മാരേജ് ആയിരുന്നു. അവര് ഈ പറയുന്ന 55 വിവാഹം കഴിച്ചിട്ടില്ല. അവര് വിചാരിച്ചു, അവര് വെറുതെ മോഹിച്ചു, വ്യാമോഹിച്ചു, ഈ പയ്യൻ എന്നോട് അധമ്യമായ പ്രണയമാണെന്ന്. ബട്ട് എന്ത് സംഭവിച്ചു? അവർ കൊന്നു കളഞ്ഞു അവരെ. അതാണ് ചെയ്തത്. എല്ലാ കേസും എല്ലാ ആളുകളും ഒരേപോലെ ആണോ ശാരിക? മെജോറിറ്റി ആണ് ഇത്. ഞാൻ ജനറലൈസ് ചെയ്തില്ല. ആൾക്കാർ എന്റെ വർത്തമാനം കേൾക്കുമ്പോൾ ഞാൻ ജനറലൈസിങ്. You are generalizing. No, never. ദിലീപിന്റെ സിനിമ ഉണ്ട്. No, never. അതാണ് ഓർമ്മ വരുന്നത് ഇപ്പൊ. ഡോക്ടർ ഇങ്ങനെ ചിരിച്ചോളൂ. ഡോക്ടർ ചിരി കാണുമ്പോൾ അതിനുള്ളിന്റെ ഉള്ളിൽ ദേഷ്യമാണ്. എന്നോട് നുരഞ്ഞു പോകുന്ന ദേഷ്യം എനിക്ക് ആ കണ്ണുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ശാരിക, എനിക്ക് ചിരിക്കാൻ തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. പിന്നെ ഡോക്ടർ എവിടെ പോയാലും നമുക്കൊരു നിലപാട്. ഡോക്ടർ ചിരിച്ചാലും പ്രശ്നമാണ്, ചിരിച്ചിട്ടുണ്ടെങ്കിൽ പൂച്ചച്ചിരി ചിരിക്കണമെന്ന് അറിയുമോ? അന്ന് മറ്റേ ശാരീര വാട്സാപ്പിൽ ഇരുത്തിയിട്ട് ഡോക്ടർ ചിരിച്ചപ്പോൾ പൂച്ചച്ചിരി ഇരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാനൊരു വഞ്ചനല്ലേ, എന്നോടൊക്കെ ചെയ്യാൻ പാടുണ്ടോ, ഞാൻ എന്ത് തെറ്റാണ് സമൂഹത്തോട് രേണുസുന്ദരത്തിൽ ചെയ്തതൊക്കെ പറയില്ല. വിക്ടിങ്കാൾ ചിലപ്പോൾ ഇറക്കും. അതില്ല. ഡോക്ടർ ഇപ്പൊ സൈക്കോളജിസ്റ്റിനെ പോലെ അല്ല നമ്മൾ ഇന്റർവ്യൂ മുമ്പിൽ ബിഹേവ്. ഡോക്ടറായിട്ടിരിക്കും. ഡോക്ടറുടെ പേഴ്സണാലിറ്റി പുറത്തു വരും. ശാരികയുടെ സൈക്കോളജിസ്റ്റിന്റെ കൺസെപ്റ്റും ശരിക്കും സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഞാനും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ ശരിക്കും സൈക്കോളജിസ്റ്റ് ആണോ ഡോക്ടർ? അത് ശാരിക പോയിട്ട് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കും. എന്റെ RCA രജിസ്ട്രേഷനും എന്റെ വെബ്സൈറ്റിലും ആർക്കും ചെയ്യാമല്ലോ. RCA രജിസ്ട്രേഷൻ ആർക്കും ചെയ്യാം, ചുമ്മാ ആർക്കും പഠിക്കാം. പക്ഷെ നമുക്കൊരു ടാലന്റ് വേണം. ഫ്രണ്ടിലിരിക്കുന്ന ഒരാളെ ഈ പറയുന്ന താങ്കളെ തിരുത്താൻ ഇങ്ങോട്ട് വന്നിരിക്കുന്ന ഈ സംസാരിക്കുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, ഇതെനിക്ക് വലിയ രസമായിട്ട് തോന്നുന്നില്ല കേട്ടോ. ഒരാളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാന്ന് പറയുമ്പോൾ കുറേ വിഷയങ്ങളുണ്ട്. കാരണം അയാളുടെ
ക്രെഡൻഷ്യൽസിനെ, അയാളുടെ ഒരു എഡ്യൂക്കേഷന്, അയാളുടെ എക്സ്പീരിയൻസിനെ മൊത്തം തരം താഴ്ത്തുന്ന രീതിയിലുള്ളൊരു സംഗതി അത്. കുറച്ചും പറയുന്നുണ്ടായിരുന്നല്ലോ, മെൽറ്റ് ചെയ്യാനും താങ്കളോട് ഇഷ്ടം തോന്നാനും അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ് കേൾക്കാനും ഒരു മനസ്സൊക്കെ ആൾക്കാർക്ക് ഉണ്ടാക്കണമെങ്കിൽ ടാലന്റ്, ഇൻബോൺ ടാലൻസ് വേണം. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ എന്റെ ലൈഫില് ഇൻബോൺ ടാലൻസ് ഉണ്ട്, പലതും ട്രെയിൻഡ് ആയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. ഇൻബോൺ മാത്രമല്ല, ട്രെയിൻഡ് ആണ് പലതും. അതാണ് ഡോക്ടറുടെ ഒരു കഴിവെന്ന് പറയുന്നത്. വീണ് പോകണം ഡോക്ടറില്, ഡോക്ടർ പേഷ്യന്റ് ആകാനോ അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യാനോ എനിക്ക് തോന്നണം. ഇതുവരെ വന്നിട്ടുള്ള ഒരു ഗസ്റ്റിന് പോലും ശാരികയുടെ തലയിൽ സെൻസ് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. എനിക്ക് പറ്റുന്നില്ല. എനിക്ക് സെൻസ് ഉണ്ടോ? സെൻസ് എന്താണെന്നോ ഡോക്ടർ വിചാരം? സെൻസ് എന്താണ്, സെൻസിബിലിറ്റി എന്താണ്, സെൻസ് ഓഫ് ഹ്യൂമർ എന്താണെന്നൊക്കെ പറഞ്ഞോളൂ. ശാരിക അങ്ങനെ ഇരുന്ന് പറഞ്ഞോളൂ. ആയിക്കോട്ടെ. എന്തായാലും ഈ ഒരു സബ്ജക്റ്റിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൾച്ചറിന്, സംസ്കാരത്തിനൊക്കെ എതിരായിട്ടുള്ള ഒരു സംഭവത്തെക്കാൾ കൂടുതൽ ഈ ഏജ് ഡിഫറൻസ് എല്ലായ്പ്പോഴും ഇമോഷണലി ഭയങ്കര ഫെയിലിയർ ആക്കുന്നുണ്ട് ആൾക്കാർ. ആ ഒരു മാരേജ് വളരെ അപൂർവം മാത്രമാണ് ടിൽ ദ എൻഡ് ഓഫ്. ഇപ്പൊ വേണമെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ, അഞ്ജലിയുടെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ അയാൾക്ക് മാത്രമാണ് ഈ പറയുന്നത് നമ്മുടെ ഒരു മുമ്പിൽ ഏറ്റവും ഭയങ്കര ഏജ് ഡിഫറൻസിലുള്ള ആൾക്കാരെ മുന്നോട്ട് പോകും. ബാക്കി ഭയങ്കര ഏജ് ഡിഫറൻസ്, അവർ തമ്മിൽ ഏജ് ഡിഫറൻസ്. സച്ചിൻ്റെ ഭാര്യയുടെ പേര് അഞ്ജലി എന്നല്ലേ, 5 വയസ്സിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. സച്ചിനേക്കാൾ 5 വയസ്സ് കൂടുതലല്ലേ ഉള്ളു. സച്ചിനെ ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട് കേട്ടോ, ശരിയാണോ അറിയില്ല. സച്ചിൻ അഞ്ജലി അവർ കല്യാണം കഴിക്കാൻ സച്ചിൻ്റെ അച്ഛന് ഒരു ഓക്കെ പറയാനുള്ള കാരണങ്ങൾ ഒന്ന് എന്താ വെച്ചാൽ, സച്ചിന് കുട്ടികളി അപ്പോൾ മാറിയിട്ടില്ലായിരുന്നു. കുട്ടികളി മാറിയില്ല പറഞ്ഞാൽ കുറച്ചുകൂടി ഷൈ ആയ, ഒതുങ്ങിയിട്ടുള്ള, ബോധം വന്നിട്ടില്ല. അത് ചിലവർ പറയാ, ചിലപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ പറയും. അപ്പോൾ കുറച്ചുകൂടി പ്രായമുള്ള ഒരാൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ സച്ചിന് കുറച്ചുകൂടി കാര്യപ്രാപ്തി വരും, സച്ചിൻ്റെ കാര്യങ്ങൾ നോക്കിയിടക്കാൻ ഒരാൾ ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു ഇതാണെന്ന് ഞാൻ മുമ്പ് എവിടെയോ വായിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയില്ല. നീ സച്ചിൻ്റെ ആരാധന വന്നിട്ട് എന്നെ തെറി വിളിക്കരുത്, എനിക്കറിയില്ല, ഇത് വായിച്ചിട്ടുണ്ടെന്ന് മാത്രം. ഒരു കേസുകളിൽ പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരുടെ പ്രായമുള്ളവരെ നമ്മുടെ മക്കളുടെ പ്രായമുള്ളവരുമായിട്ട് വിവാഹം കഴിക്കുമ്പോൾ ആ ഏജ് ഡിഫറൻസ് അവരെ ഇമോഷണലി വല്ലാതെ കുറച്ച് പോകെ അത് വല്ലാതെ ആ ഒരു മാരീഡ് ലൈഫ് ഫെയിലിയർ ആക്കുന്നുണ്ടെന്നാണ് നമ്മുടെ വാർത്തകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഏത് വാർത്തകള് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. പ്രായം കൂടുതലുള്ള ഒരാളെ കല്യാണം കഴിച്ചാലും പ്രായം കുറഞ്ഞുള്ള ഒരാളെ കല്യാണം കഴിച്ചാലും ഏത് രീതിയിൽ കല്യാണം കഴിച്ചാലും കല്യാണങ്ങൾ ഇപ്പൊ ലവ് മാരേജസ് മാത്രമേ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ, അറേഞ്ച് മാരേജസ് മാത്രമേ, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഫ്രം പേഴ്സൺ ടു സിറ്റുവേഷൻ. ഇപ്പൊ എല്ലാം അനുസരിച്ച് അച്ഛനമ്മമാര് പറയണത് മാത്രം കേട്ട് കല്യാണം കഴിച്ച കുട്ടികളുടെ ജീവിതം ഓക്കെ അല്ല. ഈ പറയുന്നത് പോലെ ഒരു ഡിസിഷൻ എടുത്തിട്ട് ഒരു ദിവസം ഇറങ്ങിപ്പോകുന്ന അങ്ങനെയുള്ള കുട്ടികളുടെ ഇത് മാരേജ് എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമാണ്. അത് മിക്ക സിറ്റുവേഷൻസിലും അങ്ങനെയാണ്. അപ്പൊ പിന്നെ ഞാനിവിടെ മാരേജ് ഭാഗ്യം ആയിരിക്കാം, മാരേജ് ഈസ് എ ചാൻസ്, അങ്ങനെയാവാം അല്ലേ, ഒരു ചാൻസ് ആണത്. പിന്നെ സെറ്റാവില്ലാതെ തോന്നുന്ന റിലേഷൻസ് ഒരു പക്ഷേ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ വേറെ കുറേ ചെറുതായിട്ട് നമ്മൾ ചേഞ്ച് വരുത്തി ട്രെയിൻ ചെയ്യുകയൊക്കെ കൗൺസിലിംഗ് ഒക്കെ ഇട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായി ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുന്നുണ്ടായിരിക്കാം. തുടക്കത്തിൽ ബ്യൂട്ടിഫുൾ ആയത് ചിലപ്പോൾ കോളായി പോകണമുണ്ടായിരിക്കാം അല്ലേ, ഒരു ചാൻസ്. ലക്കുമാവാം. ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഡിസിഷനിൽ നമുക്ക് അഭിപ്രായം പറയണതിന് ചില പരിധിയുള്ള ഓഫ് ഗാർഡ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് ഉണ്ട്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, എന്ത് തന്നെയായാലും നമിച്ചിരിക്കുന്നു. ഓക്കെ, എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം? ആണിനേക്കാൾ പ്രായം ചെന്ന സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?